100 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനുണ്ടല്ല അന്ന് SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം ചാഴി ഇങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടാവും. നമസ്കാരം. നീണ്ട 10 വർഷക്കാലം അധികാരത്തിന് പുറത്തിരുന്ന കോൺഗ്രസും UDFും കേരളത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 100-ൽ പരം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ സതീശൻ്റെ ഈ പ്രസ്താവനകൾ കേട്ടുകഴിഞ്ഞപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് 100 സീറ്റ് വേണ്ട, അതിൽ നിന്ന് 2 സീറ്റ് സതീശൻ കുറച്ചോട്ടെ, 98 സീറ്റ് കിട്ടുകയാണെങ്കിൽ കാക്ക മലർന്നു പറക്കും എന്നാണ് അന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. ആ കാക്ക കേരളത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഇപ്പോൾ മലർന്നു പറക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം അംഗങ്ങളെ വിട്ടിട്ടുണ്ടോ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും മലർന്ന് പറക്കുന്ന കാക്ക വെള്ളാപ്പള്ളി നടേശൻ കണ്ടെത്തട്ടെ. മറ്റൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 സീറ്റ് വേണ്ട, 98 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ താൻ തൻ്റെ SNDP ജനറൽ സെക്രട്ടറി പദം രാജിവെക്കാം. പകരം ഈ വെല്ലുവിളി, ഞാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് VD സതീശൻ എന്ന നേതാവ് രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. 100 സീറ്റിലധികം സീറ്റ് നേടിയ അധികാരത്തിൽ വരും UDF എന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. എങ്കിൽ 2 സീറ്റ് കുറച്ചോളൂ, എൻ്റെ സൗജന്യമായ 2 സീറ്റ് കുറച്ചോളൂ, 98 സീറ്റ് കിട്ടിയാൽ കാക്ക മലർന്നു പറക്കും, UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ താൻ തീർച്ചയായും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പകരം VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാമോ എന്നാണ് ചോദിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളോടൊരു ചോദ്യം. 102 സീറ്റുമായി UDF അധികാരത്തിൽ വന്നു. ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർ ആർലേക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്നു. അങ്ങും പത്രമാധ്യമങ്ങൾ വഴി ഇതറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിശ്വാസ്യതയുണ്ടെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി പദം അങ്ങ് രാജിവെക്കുമോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുവാൻ അങ്ങ് തയ്യാറാകണം. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങ് ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന നടത്തിയത്. ലോകം മുഴുവൻ അത് ലൈവായി കാണുകയും ചെയ്തു. VD സതീശൻ അധികാരത്തിൽ വരികയാണെങ്കിൽ 102 സീറ്റ് നേടി, അല്ല 102 സീറ്റ് വേണ്ട, 98 സീറ്റ് നേടി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ താൻ തൻ്റെ SNDP ജനറൽ സെക്രട്ടറി പദം രാജിവെക്കും എന്നുള്ള വാക്ക് SNDP ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുമോ എന്നറിയാൻ കേരളം ഉറ്റുനോക്കുന്നു. എന്തായാലും രാഷ്ട്രീയ വനവാസത്തിന് VD സതീശനെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞയച്ചില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പുറത്തിരിക്കേണ്ടി വന്ന UDFന് കേരളത്തിലെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ടീം UDFന്റെ ക്യാപ്റ്റൻസി വഹിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നിപ്പോൾ 10 വർഷം പുറത്തിരുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് VD സതീശൻ എന്ന പരിണിതപ്രജ്ഞനായ നേതാവിൻ്റെ മാത്രം വിജയമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. UDFനെ അധികാരത്തിൽ എത്തിക്കുവാൻ വേണ്ടി പ്രയത്നിച്ച നേതാക്കന്മാരും പ്രവർത്തകരും അണികളും UDFന് വോട്ട് ചെയ്ത കോൺഗ്രസ് വിശ്വാസികളും കോൺഗ്രസ് വിശ്വാസികളല്ലാത്ത ആളുകളും മറ്റിതര രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എല്ലാ ആളുകളും ഈ വിജയത്തിന് അർഹർ തന്നെയാണ്. ഇത് കേവലം VD സതീശന്റെ മാത്രം വിജയമായി ആരും ചുരുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ കൃത്യമായ രാഷ്ട്രീയ അച്ചടക്കത്തോടുകൂടി, രാഷ്ട്രീയ നിരീക്ഷണത്തോടുകൂടി ജനങ്ങളുടെ വികാരം എന്താണെന്ന് കണ്ടറിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് VD സതീശനെ
UDFന്റെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചു കൊടുത്തത്. SNDP യോഗം പോലുള്ള ഒരു വലിയ സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യം തന്നെയാണ്. ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായി വിജയന്റെ നിഴല് പോലെ ഒരു വേള നവവധൂവരന്മാരെ പോലെയാണ് പിണറായി വിജയനും SNDP യോഗം ജനറൽ സെക്രട്ടറിയും ആഗോള അയ്യപ്പ സംഗമത്തിന് പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് കയറി വന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ എപ്പോഴും ആക്ഷേപിക്കുന്നത് പോലെ ആരോപണം ഉന്നയിക്കുന്നത് പോലെ പിണറായി വിജയന്റെ ചട്ടുകമായി നിന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ മത തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായി വെള്ളാപ്പള്ളി നടേശന്റെ ജോലി. അത് പിണറായി വിജയൻ എന്ന നേതാവിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ വിടുപണി ചെയ്യുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗ് തന്നെ വെള്ളാപ്പള്ളി ഇതിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതും സ്തുത്യർഹം തന്നെയാണ്, ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. പോത്തിനെന്ത് ഏത്തവാഴ ലീഗിനെന്ത് വെള്ളാപ്പള്ളി എന്നാണ് ലീഗിന്റെ മന്ത്രിയായ KM ഷാജി തുറന്നടിച്ചത്. അപ്പോൾ സാമുദായിക നേതാക്കന്മാർ സമൂഹത്തിൽ സാമുദായിക സൗഹാർദ്ദം വളർത്തുന്നതിന് മുൻകൈയെടുക്കാതെ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പെരുമാറിയത് എന്നാണ് സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ തന്നെ വ്യക്തമാക്കിയത്. ഇവിടെ VD സതീശൻ 102 സീറ്റ് നേടി UDFന് അധികാരത്തിൽ എത്തിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിന് വനവാസത്തിന് പോകേണ്ടതില്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ജനങ്ങളുടെ മനസ്സിലെ ചക്രവർത്തിയായി, ജനഹിത അറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പുരോഗമനോന്മുഖമായ പാതയിൽ നയിക്കുന്നതിന് വേണ്ടി, വികസനോന്മുഖമായ പാതയിൽ നയിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശൻ ഉണ്ടായിരിക്കണം എന്നാണ് ജനങ്ങൾ തീരുമാനിച്ചത്. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട എന്നാണ് ജനം തീരുമാനിച്ചത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ വാക്കിന് ഏതെങ്കിലും തരത്തിൽ വിലയുണ്ട് എങ്കിൽ അദ്ദേഹം തീർച്ചയായും SNDP ജനറൽ സെക്രട്ടറി പദം ഒഴിയുമോ? ഇത് മറ്റാരെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിച്ചതല്ല. വെള്ളാപ്പള്ളി നടേശൻ തന്നെ സ്വയം ഒരു തിട്ടൂരമിറക്കിയതാണ്. VD സതീശൻ അധികാരത്തിൽ വരികയാണെങ്കിൽ കാക്ക മലർന്നു പറക്കും എന്നുള്ളതും, ഇനിയിപ്പോൾ കാക്ക മലർന്ന് പറന്നാലും ഇല്ലെങ്കിലും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും, തനിക്ക് അത്രയും ഉറപ്പാണ്, VD സതീശനും UDFും അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് അന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ട സ്വരം. എന്തായാലും അല്പമെങ്കിലും വാക്കിന് വിലയുണ്ടെങ്കിൽ, വാക്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ പോലെ കേരളം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു ആധ്യാത്മിക ആചാര്യന്റെ പേരിൽ രൂപം കണ്ട ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന രീതിയിൽ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. എന്തായാലും VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന്റെ വാക്ക് പ്രകാരം, വെല്ലുവിളി പ്രകാരം അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമോ ഇല്ലയോ എന്ന് നമുക്കും കണ്ടറിയാൻ കാത്തിരിക്കാം.